എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് റേസിൻ്റെ തലേ ദിവസമാണ് ഗൈസ്. അതെ, നമുക്ക് വയനാട് ഒരു റേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു ഒരു യാത്ര വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ 2-3 ദിവസത്തെ വീഡിയോസ് കുറച്ച് മോശമായത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ആക്ച്വലി നമ്മൾ നേരെ വയനാട് പോവാണ്. വയനാട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡിൽ ബാർ ഊരിയിട്ടില്ല കേട്ടോ. ഹാൻഡിൽ ബാർ ഊരിയിട്ടില്ല, കാരണം എനിക്ക് പേടിയാണ്. 3000 രൂപ അങ്ങോട്ടാണ് കൊടുത്തത് അത് നന്നാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഹാൻഡിൽ ബാർ ഊരിയിട്ടില്ല. ഇത് കുറച്ച് തള്ളി നിൽക്കുന്നല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം കവേർഡാണ്. ബാഗിലാക്കിയിട്ടുണ്ട് എല്ലാ സാധനങ്ങളും. ഇനി നമുക്ക് നമ്മുടെ ആവശ്യമുള്ള വ്ളോഗിങ് കിറ്റും ബാക്കി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഉച്ചയ്ക്കാണ് ഇത് വരുന്നത്. ഇപ്പോൾ 11 മണി ആയിട്ടുള്ളൂ. ഞാൻ ഇൻട്രോ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ കോഴിക്കോട് പോകണു. കോഴിക്കോട് നിന്ന് അവിടെ ബസ് ഇറങ്ങി നമ്മൾ ഈ സാധനം പിടിച്ച് ഈ സൈഡൊക്കെ പൊട്ടു കേട്ടോ. നിങ്ങൾ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഈ സൈഡൊക്കെ പൊട്ടണത്. ഈ സൈഡ് തൂക്കിയിട്ട് ഒരു പണിയാവും. അത് കഴിഞ്ഞ് കോഴിക്കോട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ കൽപ്പറ്റയിലേക്കാണ്. കൽപ്പറ്റ നമ്മൾ താമസിക്കുന്ന ഒരു ഹോട്ടലുണ്ട്, അവിടെ പോകണം. അവിടെ പോയിട്ട് റേസിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക അല്ലേ. സ്തുതി. അപ്പോൾ നേരെ നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് പോവാം. ഞാൻ ഊബർ വിളിച്ചിട്ടാണ് കേട്ടോ പോണത് തൃശ്ശൂർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക്. അല്ലെങ്കിൽ 140 രൂപയൊക്കെ വാങ്ങും കേട്ടോ. 100 രൂപ 120 രൂപ എന്തായാലും വാങ്ങും. ഊബർ വിളിച്ചപ്പോൾ ഊബറിൽ എനിക്ക് 80 രൂപ കൂടെ ആയുള്ളൂ കേട്ടോ അവിടെ സ്റ്റാൻഡിലേക്ക് പോകാൻ എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ പുറം സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഊബർ വിളിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ തൃശ്ശൂർ ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇന്ന് താഴെ കമൻറ്റ് ചെയ്ത് തൃശ്ശൂർ ഊബർ ഉപയോഗിക്കുന്നവർ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഊബർ തൃശ്ശൂർ സ്വന്തം നാട്ടിൽ. നമ്മൾ തൃശ്ശൂർ KSRTC സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ബൈക്കിൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ ദ ബസ്. 12:30 ബസ്സിൻ്റെ സമയം കാട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് മേക്ക് മൈ ട്രിപ്പിൽ കാട്ടിയിട്ടുണ്ടായിരുന്നത്. ഓൺലൈനിൽ എന്നിട്ട് KSRTC ഡയറക്റ്റ് മെസ്സേജ് വരും. ഡയറക്റ്റ് മെസ്സേജ് വന്നപ്പോൾ 12:30 മേക്ക് മൈ ട്രിപ്പിൽ കാട്ടിയ സമയം KSRTCക്കാർ വന്നപ്പോൾ 1:20 ആയിട്ടാണ്. 1:20 ബസ് ഇപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ പറയാം ആലുവ എത്തിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് കൽപ്പറ്റ വരെ എത്തണം. സമയം വെറുതെ കിട്ടുന്നതല്ല, അത് എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലത്. ഇപ്പോൾ 1:30 മണി കേട്ടോ. ഇനി ഉള്ളത് 2:30 ഇതുള്ളത് കേട്ടോ. 2:30 ഇവിടെ നിന്ന് കോഴിക്കോട് പോയി കോഴിക്കോട് നിന്ന് കൽപ്പറ്റ 2.5 മണിക്കൂർ എന്തായാലും ഉണ്ടാകും കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റ കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും സമയം. ഈ പറഞ്ഞോണം അങ്ങനെ ഒരു പണി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എനിക്ക് തോന്നണില്ല ബുക്ക് ചെയ്തിട്ടുള്ള 270 രൂപ കളഞ്ഞിട്ട് കിട്ടണ ബസ്സിൽ കയറി പോകേണ്ടി വരണം. അല്ലെങ്കിൽ പാതിരാത്രി അവിടെ കൽപ്പറ്റ എത്തുമ്പോൾ ഇനിയിപ്പോൾ ഏതാ വണ്ടി കിട്ടണമെന്ന് നോക്കിയാൽ പോരട്ടെ. ആദ്യം വരുന്ന വണ്ടിയിൽ കയറി പോവാം. എനിക്ക് ഇത്രയും ദൂരം ട്രാവലുള്ള കാരണമാണ് ഞാൻ AC ബുക്ക് ചെയ്തേട്ടെ. ഇത്രയും ദൂരം ട്രാവലുള്ള കാരണം അതിങ്ങനെയാവും ചെയ്തു. അതൊരു സമയത്തിനൊരു വിലയില്ലാത്തോണം ഈ പറഞ്ഞോണം. ട്രെയിൻ അതുകൊണ്ടാണ് ഞാൻ ട്രെയിനിൽ പോകാണ്ടിരുന്നത്. കോഴിക്കോട്ട് ഈ പറഞ്ഞോണം ഒക്കെ സമയം വ്യത്യാസമാവും. ഇനിയിപ്പോൾ നോക്കി അവിടെ കിട്ടണ ബസ്സിൽ കയറി പോവാട്ടോ. അവസാനം ഞാൻ ഈ ഒരു ബസ്സിൽ കയറിയിട്ടാണ്. കാരണം ആ ബസ് 3:30 എനിക്ക് മെസ്സേജ് ഫോണിൽ വിളിച്ചപ്പോൾ അവർ ചോദിക്കാൻ കഴിഞ്ഞത് കേട്ടോ. 3:30 അവർ സ്റ്റാൻഡിലെത്തുള്ളൂ. 1:30 ടൈം പറഞ്ഞ KSRTC ലോ ഫ്ലോർ KURTCയുടെ ലോ ഫ്ലോർ ബസ്. എന്നിട്ട് ഞാൻ ഈ ഒരു ബസ്സിൽ കയറിയിട്ട് ലഗേജ് അടക്കം കയറി 300 സംതിങ് രൂപയാണ് ഞാൻ കൊടുത്തിട്ട്. നമുക്ക് സ്ക്രീനിൽ കാണാം. അത്രയും കാശ് കൊടുത്തു. ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ ചെയ്തത്. അതെനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് തോന്നി. ഗൂഗിൾ പേ വഴി KSRTCയിൽ ഞാൻ ആദ്യമായിട്ട് പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ. അവരങ്ങനെ മതിയെന്ന് പറഞ്ഞു. ക്യാഷ് ആയിട്ട് വാങ്ങിയില്ലെങ്കിൽ അത് ആണ് ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറഞ്ഞു അവർ. അപ്പോൾ അങ്ങനെ തന്നെ ഗൂഗിൾ പേയിൽ ചെയ്തു കൊടുത്തു. ഞാൻ ഈ റൂട്ട് പോണത് നമ്മുടെ ഷൊർണൂർ, പട്ടാമ്പി, പിന്നെ പെരിന്തൽമണ്ണ അങ്ങനത്തെ ആ വഴിയിൽ ആ റൂട്ടാണ് പോണത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി പോകുന്നുണ്ടായിരുന്നത്. നമ്മുടെ ലഗേജിന് ഒരു ഹാഫ് ടിക്കറ്റാണ് അവർ എടുക്കുക കേട്ടോ. നമ്മുടെ ടിക്കറ്റിൻ്റെ പകുതി കാശ് നമ്മുടെ ലഗേജിന് കൊടുക്കേണ്ടി വരും. 10 കിലോ അടുപ്പിച്ച് നമ്മുടെ ലഗേജും വരുന്നുണ്ട്. അപ്പോൾ ആ കാശ് കൂടി ഉണ്ട് കേട്ടോ അതിൽ. അല്ലാതെ തൃശ്ശൂരിൽ നിന്ന് കൽപ്പറ്റയ്ക്ക് ഡയറക്റ്റ് ബസ്സാണ് കയറിയത്. അതിൻ്റെ ടോട്ടൽ എമൗണ്ട് അല്ല കേട്ടോ. അപ്പോൾ അതിലെ ലഗേജിൻ്റെ കാശ് ഇപ്പോൾ പെരിന്തൽമണ്ണ എത്തിയിട്ടാ. പെരിന്തൽമണ്ണ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്. ഞാൻ ആദ്യമായിട്ടാണ് പെരിന്തൽമണ്ണ വരണേ. പെരിന്തൽമണ്ണ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പെരിന്തൽമണ്ണ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് കേട്ടോ, KSRTC സ്റ്റാൻഡ്. അവിടെ ഒരു ഹോട്ടലുണ്ടല്ലോ. അതെ, 5 മിനിറ്റ് സമയമുണ്ട്. നമുക്ക്
ചായ കാപ്പി വല്ലതും കുടിക്കാം. 12:30 ബസ്സിൽ കയറിയതാ. 12:30 ബസ് കയറിയതാ. ഞാൻ പറഞ്ഞില്ലേ മുന്നത്തെ വിശേഷങ്ങളൊക്കെ. അവിടെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് കാപ്പി വല്ലതും കുടിക്കാം. അല്ലാണ്ട് ശരിയാവില്ല, വയ്യ, തീരുമാനമാവും അവിടെ എത്തുമ്പോട്ടെ. ചേട്ടാ ഒരു ബ്രൂ കാപ്പി കിട്ടുമോ? ബ്രൂ കാപ്പി വരണം. ബ്രൂ കാപ്പി ഗൈസ്, പെരിന്തൽമണ്ണയിൽ നിന്നും ബ്രൂ കാപ്പി. ഞാൻ ചുമ്മാ മാപ്പ് ഇട്ട് നോക്കിയപ്പോൾ ഏകദേശം 7 മണിക്കാണ് ഈ ബസ് എത്താം. അവിടെ 9 മണി എന്താവില്ല അവിടെ കൽപ്പറ്റ എത്തുമ്പോൾ. അതിന് ശേഷം നമ്മൾക്ക് ബിബ് കളക്ട് ചെയ്യാൻ പോകണം. റേസിൻ്റെ ബാക്കി ജേഴ്സിയും ബാക്കി സാധനങ്ങളും കളക്ട് ചെയ്യാൻ വേണ്ടി പോകണം. അതൊരു 400 മീറ്റർ ഉണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലം. താമസിക്കുന്നത് ഞാൻ കാട്ടി തരാട്ടെ എവിടെ താമസിക്കണേന്ന്. അവിടെ നിന്ന് കുറച്ചുണ്ട്, 400 മീറ്റർ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഈ സൈക്കിൾ ഫിറ്റ് ചെയ്യണം, അതാണ് ഇരട്ടിപ്പണി വരണേ. ഞാൻ ബാഗ് അവിടെ വെച്ചിട്ടാണ് പോകാൻ നോക്കണേ, നോക്കി നോക്കാം. ഞാൻ ആ കടയിൽ നിന്ന് 10 രൂപയ്ക്ക് ഈന്തപ്പഴം വാങ്ങി, ഡേറ്റ്സ് വാങ്ങി. കൊള്ളുമാവും, ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. ഡേറ്റ്സ് കഴിച്ച് ബസ് പോകണമെന്ന് വെയിറ്റ് ചെയ്യുന്ന കട. ഇതിൽ കുറേ ലോജിസ്റ്റിക്സ് കാര്യങ്ങൾ പാക്കേജുകളുണ്ട് കേട്ടോ. എൻ്റെ വണ്ടി മാത്രമല്ല ഇതായിട്ടുള്ളത്. ബാക്കിലും കുറേ ലഗേജ് ഉണ്ട്, ഫ്രണ്ടിലും കുറേ ലഗേജ് ഉണ്ട് കേട്ടോ. എന്താണോ ഈ വണ്ടിയിൽ ഞാൻ കൂടുതലും ലഗേജ് കണ്ടിരിക്കണേ, എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത്രയ്ക്ക് ലഗേജ് കുറേ ഉണ്ട്. ലഗേജ് എത്തുമ്പോൾ 4:30 ആയിട്ടുള്ളൂ. നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, കയറാറായി തോന്നുന്നു കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് വണ്ടി. ഓക്കെ, പെരിന്തൽമണ്ണയിൽ വിടാം. അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ പെരിന്തൽമണ്ണയിലുള്ളവർ. ഗൈസ് നമ്മളങ്ങനെ കൽപ്പറ്റ എത്തിയിട്ടാ. സമയം 8:30 മണി. ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ദേവര സിനിമ കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സോ ഇത് ഒന്ന് വലിച്ച് എടുക്കണം. എല്ലാവരും ഇറങ്ങിയിട്ട് ഇത് എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. നമ്മൾ ടൗണിലെത്തിയിട്ടുണ്ട്. അല്ല ഇതന്നെയല്ലേ? അതെ. ജ്യൂസ് ഐറ്റംസ് ഉണ്ടാവുമോ? ജ്യൂസ് ഇല്ല, സർവത്ത് ഗൈസ്. അങ്ങനെ 2:30 സർവത്ത് തന്നെ അവിടെ ഇല്ല. അവിടെ എവിടെയാ? ആ ഓക്കെ ശരി ഗൈസ്. ഉച്ചയ്ക്ക് 2:30 കയറിയതാട്ടോ. എൻ്റെ ആട്ടപ്പ് കയറിച്ച് റേസിന് മുന്നേ ഹൈഡ്രേഷൻ ന്യൂട്രീഷനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈഡ്രേഷൻ റെഡിയാക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ വെള്ളം കുടിച്ച് തുടങ്ങാം. ഞാനാണെങ്കിൽ വെള്ളം കൂടി ഭയങ്കര ഇതായിട്ട് നിൽക്കണേ. എന്തായാലും ഇപ്പോൾ നമുക്ക് റൂമിൽ പോവാം കേട്ടോ. കൽപ്പറ്റ ടൗണിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ബാഗ് എടുത്തിട്ട് ഇവിടെ നിന്ന് അതും കൊണ്ട് 200 മീറ്റർ നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. ഓട്ടോറിക്ഷ വിളിച്ച് തന്നെ പോവാം കേട്ടോ. ഞാൻ ചോദിച്ചോട്ടെ. ബാഗ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ റേസിൻ്റെ തലേ ദിവസം ഭയങ്കര ആഘോഷമൊക്കെ നടക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എന്തായാലും അവിടേക്ക് പോയി നോക്കി നോക്കാം. റേസിൻ്റെ തലേന്ന് ഇപ്പോഴാണ് ശരിക്കും വീഡിയോ ഒന്ന് ഓണാവണത് കേട്ടോ. ഇത്ര നേരം മനുഷ്യ വയ്യാണ്ട് നിൽക്കായിരുന്നു. ഓട്ടോ വിളിക്കുക ഇതല്ലല്ലോ, ഓട്ടോ സ്റ്റാൻഡ് എവിടെയാണോ? അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഞാൻ നോക്കിയോട്ടെ. അത് അവിടെ ഉണ്ട് കേട്ടോ ഓട്ടോ സ്റ്റാൻഡ്. ഗൈസ് ഞാനൊരു ഓട്ടോ വിളിച്ചു കേട്ടോ. ഓട്ടോ വിളിച്ചിട്ട് 700 മീറ്റർ ഉണ്ട്. 200 മീറ്റർ അല്ല കേട്ടോ, 700 മീറ്റർ. ഈ സൈക്കിൾ തോന്നിട്ട് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തോളൊക്കെ പൊട്ടു കേട്ടോ. കഴിഞ്ഞ ട്രിപ്പിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ശരിക്കും ഈ ഭാഗമൊക്കെ പൊട്ടു. അതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കൽപ്പറ്റ ടൗണിൽ നിന്ന് ഒരു പാർട്ടി ഓഫീസിൻ്റെ അടുത്താണ്. നമ്മൾ കഴിഞ്ഞ വ്ളോഗ് നമ്മൾ ഇവിടുത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, ദുരന്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ താമസിച്ച സെയിം റെസിഡൻസിയിൽ തന്നെയാണ് ഇന്നും താമസിക്കുന്നത്. സോ ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ആ റിസോർട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി കേട്ടോ. നമ്മുടെ പിബ് കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ 100-120 റേസേഴ്സ് ഉണ്ട്, റൈഡേഴ്സ് വരുന്നുണ്ട്. റേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും അവിടെ എന്തോ പാർട്ടിയൊക്കെ ആയിട്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അറിയില്ല, സൂപ്പർ എക്സൈറ്റഡ്. അവിടെ പോകട്ടെ നേരെ. റൂമൊന്ന് സെറ്റിൽ ആവട്ടെ. നോക്കൊന്ന് കഴുകണം. ലെൻസ് കാട്ട് ഇവിടെ നിന്ന് തിരിയാം, അപ്പുറത്തൊന്ന് തിരിയാന്നുണ്ട്. അതിന് റൂം എത്തട്ടെ കേട്ടോ. സാധനം സെറ്റ്. സോ അങ്ങനെ നമ്മൾ വീണ്ടും അതേ സെയിം റെസിഡൻസിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു പാർട്ടി ഓഫീസിൻ്റെ സൈഡിലുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു സൈക്കിൾ റാക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ.
കർണാടകയിൽ നിന്ന് വന്നതാണ് വണ്ടി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിട്ടോ. കർണാടകയിൽ നിന്ന് വന്നതാ. കുറേ ആൾക്കാരുകൾ ഉണ്ടാവും ഗൈസ്. സൂപ്പർ എക്സൈറ്റഡ് ഓരോരുത്തരെയും കാണാൻ വേണ്ടിയിട്ടാ. എൻ്റെ മോനെ ഒറ്റ കൈ കൊണ്ട് പറ്റില്ല. ഈ കഴിഞ്ഞ വട്ടം എടുത്ത സെയിം റൂം തന്നെയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കണേ. 100 ഇതായിരുന്നോ അതോ ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ വട്ടം എടുത്തിട്ടുണ്ടായത്. നമുക്കിപ്പോൾ 102 തന്നിരിക്കണം കേട്ടോ. അത്യാവശ്യം ഡീസൻറ്റ് റൂമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ വന്ന് വീണ്ടും താമസിക്കുന്നത്. ഇതാണ് സിംഗിൾ ബെഡ്റൂം, നോൺ എ സി ആണ്, അടിപൊളിയാണ്. ചെറിയൊരു ടി വി ഉണ്ട്, അത്യാവശ്യത്തിന് നല്ലൊരു ബെഡാണ് കേട്ടോ. ഡീസൻറ്റ് റൂമാണ്. ഒരു ടവല് വെച്ചിട്ടുണ്ട് റൂമിൻ്റെ ഉള്ളിൽ. സോപ്പുണ്ട്, ഷാമ്പു ഉണ്ട്, ഒരു കുപ്പി വെള്ളമുണ്ട്. ഹൈഡ്രേറ്റ് ചെയ്യാൻ വെള്ളം നല്ലോണം കുടിക്കാൻ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ. പിന്നെ ടോയ്ലറ്റും അത്യാവശ്യത്തിന് ക്ലീൻ ആയിട്ടുള്ളൊരു ടോയ്ലറ്റാണ് കേട്ടോ. സിമ്പിൾ ഹമ്പിൾ റൂം ഗൈസ്. അന്ന് ഞാൻ വയനാട് ഇങ്ങോട്ടേക്ക് വന്നില്ലേ, അത്ര ക്ഷീണമില്ല കേട്ടോ. അത് ബസ് മാറി കയറിയത് കൊണ്ടായിരിക്കും ക്ഷീണം. ഇത് ഡയറക്റ്റ് തൃശ്ശൂരിൽ നിങ്ങളുടെ വന്നേട്ടോ. അതുകൊണ്ട് കുറച്ചുകൂടി ക്ഷീണം കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ടാണ് വരണത്. തൃശ്ശൂരിൽ നിന്ന് ബസ് കയറിയിട്ട് ഡയറക്റ്റ് കൽപ്പറ്റ വന്ന് ഇറങ്ങണ ബസ് ആദ്യമായിട്ടാണ് ഞാൻ കയറണത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ലോ ഫ്ലോർ AC ബുക്ക് ചെയ്തിട്ട് പിന്നെ മാറി കയറി ഇറങ്ങിയിട്ട് വരണേ. അതുകൊണ്ട് ഒരു ക്ഷീണം കുറവുണ്ട്. പക്ഷേ ക്ഷീണം ഒന്നും നമ്മളിപ്പോൾ അറിയില്ല ഗൈസ്. കാരണം നമ്മൾ റൈഡേഴ്സിനെ കാണാൻ പോവാണ്. അവിടുത്തെ ഇവൻറ്റും പരിപാടികളും കാണാൻ പോകണ്ട. അവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. 120 പേര്, 1,40,000 രൂപയാണ് പ്രൈസ് മണി. വരാണ്ടിരിക്കും ആൾക്കാർ. ഞാൻ ഫ്രഷ് ആയിട്ട് നേരെ നമുക്ക് പോകട്ടെ. പുറത്തേക്ക് പോവാം. റെസ്റ്റ് എടുക്കാൻ സമയമില്ല. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കൂ. നിങ്ങളെല്ലാരും കൂടി കൂട്ടിമുട്ടിയാ? സുധിയേട്ടനുണ്ട്. എന്റെ മോനെ ഇതാരാ നോക്ക്. എപ്പ എത്തി? കുളിച്ചാ? ആരോ വന്നിട്ട് റോനോ? ഹൈദരാബാദ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി. പിന്നെ ഇവരെല്ലാരും ഉണ്ട് കേട്ടോ. സുധിയേട്ടാ ഒരു ഹായ് പറ. മൈൻഡ് ഹായ്. അങ്ങോട്ടേക്ക് പോവാ. രജിസ്റ്റർ ചെയ്തോണ്ട് കണ്ടിട്ട് വരാം. കണ്ടിട്ട് വരാം. അവിടെ വന്നിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഏതാ? എവിടെയാ സ്ഥലം? എവിടെയാ? അതാണോ? അവിടെ ഉണ്ടാ രജിസ്ട്രേഷന്റെ സ്ഥലം വരുന്നത്. മറ്റേ കളക്ട് ചെയ്യാനുള്ള ബിബും കാര്യങ്ങളൊക്കെ. ബായോ പോയിട്ട് വരാം. എടുത്തിട്ടാ പിന്നെ വരാം. ബായോ താ മുങ്ങതിന്റെ ഇടയിൽ വായോ. നമുക്ക് അവിടേക്കൊന്ന് പോയിട്ട് വരാം കേട്ടോ. അവിടെയാണ് എല്ലാരും വന്നിട്ടുള്ളത്. അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്യാം. എവിടെ വരുന്നില്ലല്ലോ. അവിടെ പോയിട്ട് സാധനം കളക്ട് ചെയ്തിട്ട് നമുക്ക് പയ്യെ ഫുഡ് അടിക്കാൻ പോകാം. മോനെ പൊളിച്ച് വാങ്ങിയാ ബ്രോ? വാങ്ങിയാ? എല്ലാം വാങ്ങിയാ? ജേഴ്സി ഇപ്പൊ എന്താ തരും? അതെ അറിയില്ലേ, നോക്കട്ടെ. സാധനം ഫുഡ് കഴിക്കണ്ട, വേസ്റ്റ് പാടില്ല. കാലത്ത് കുറച്ച് ഫുഡ് കഴിച്ചാ. മാക്സിമം വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ട് വെള്ളം കുടിച്ചു. നോക്കട്ടെ, അവിടെ പോയിട്ട് സാധനം വാങ്ങണ്ട കേട്ടോ. ഗൈസ് നോക്കിയേ, പെഡൽ ഔട്ട്. ഇവിടെ ആരാ നിൽക്കണ നോക്കിയാ? എൻ്റെ മോനെ നേരത്തെ കണ്ട ആളേട്ടാ, സുധിയേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലാണ്. ഇവിടെ നിന്നല്ലേ സ്റ്റാർട്ടിങ് പോയിന്റ്? ഇവിടെയല്ലേ? സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെയാണ്. അപ്പൊ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ നിന്ന് നാളെ 5:30 പറഞ്ഞ 5:30 പറഞ്ഞത് കേട്ടോ. 5:30. അപ്പോൾ റിപ്പോർട്ടിംഗ് ടൈം 5:30. എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ കഴിച്ചു. പക്ഷേ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. പാട്ടും ബഹളം ഉണ്ടല്ലോ. ഇവിടെ നിന്ന് കളക്ട് ചെയ്യണേ. പക്ഷേ കുറെ വണ്ടികൾ ഡിസ്പ്ലേ ഉണ്ടല്ലോ ഗൈസ്. സ്കോട്ടിന്റെ ഡീലർഷിപ്പാണ് ഫുള്ള് പരിപാടികൾ. നോക്കിയേ, സൈക്കിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ. നമുക്ക് ഇവിടുന്ന് സാധനം കളക്ട് ചെയ്യാം. അതിന്റെ രജിസ്ട്രേഷനിലൊന്നും കാട്ടണോ? ആണോ? ഹായ്. ഏതാ പൊക്കിക്കൊണ്ടോ? നാളെ വല്ലവരും കിട്ടോ? കിട്ടാൻ എടുത്തോണ്ടോ? സെറ്റാണോ? അപ്പൊ നാളെ ഇൻസ്റ്റാഗ്രാമിൽ തെറി വിളിക്കാൻ നിങ്ങൾ റെഡി ആയിക്കോ. ഇതെന്താ പരിപാടി? ഇനിയിപ്പോ വേറെ എന്തെങ്കിലും രജിസ്റ്റർ ഇതുണ്ടോ? ഇതിന്റെ കൺസെന്റ് ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സാധനം എഴുതി കൊടുക്കണം, എഴുതി ഒപ്പിട്ട് കൊടുക്കണം. ജസ്റ്റ് ഫോർമാലിറ്റിക്കാണ്. ജസ്റ്റ് പേരും ബാക്കി ഡീറ്റെയിൽസും സാധനം എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാർട്ടിസിപ്പൻസ് ഇൻഡിവിജ്വൽ ആൻഡ് കൺസെന്റ് ഫോം എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ബിബ് കിട്ടും ജേഴ്സിയും കിട്ടും അല്ലേ? ബിബും കിട്ടും ജേഴ്സിയും കിട്ടും കേട്ടോ. അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. അവർ ഫുഡ് അടിക്കാൻ പോയിണ്ടാവും. വെയിറ്റ് ചെയ്യണ്ടാവും. ഐ ഡി കാർഡ് വേണം. അയ്യോ, ഐ ഡി കാർഡ് റൂമിലാ. സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കാർഡും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ജേഴ്സി കാര്യങ്ങളൊക്കെ നാളെ കാട്ടിത്തരാം കേട്ടോ. പിന്നെ ORS, ഇതിൻ്റെ പ്രോട്ടീൻ്റെ ഇതൊക്കെ ഉണ്ടോ? ഓ, ഇത് വാങ്ങാണ്ട് കഴിഞ്ഞു കേട്ടോ. ന്യൂട്രീഷൻ പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയോളൂ. നോക്കി സ്നിക്കേഴ്സ് സാധനങ്ങൾ. അപ്പോൾ ശരി, നാളെ കാണാം. ഓക്കെ. ഏതാ അവിടെ ഉണ്ടല്ലോ? ഓക്കെ. ആ, കോപ്പിറൈറ്റ് കിട്ടില്ല. ഓക്കെ. ഞാൻ ഇത് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആള് പാടണതാണ് കേട്ടോ. നോക്കി സൈക്കിളും കാര്യങ്ങളൊക്കെ. എൻ്റെ മോനെ സ്പോട്ടിന്റെ പ്ലാസ്മയാണത്. ഏതോ വണ്ടി? ആ, കർണാടക രജിസ്ട്രേഷനാണ് ഗൈസ്. കർണാടക രജിസ്ട്രേഷൻ. ഒന്നും നോക്കണ്ട, കിട് വണ്ടികളായിരിക്കും. ഓ, ഫ്യൂളിന്റെ ബാക്കിലത്തെ ഇത് കേട്ടോ അല്ലേ? കർണാടക വണ്ടി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാരും ഉണ്ട് കേട്ടോ. സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ഫുഡ് അടിക്കാൻ പോകാം. വിശന്ന് തുടങ്ങിട്ടോ, നല്ല വിശപ്പായുണ്ട്. നേരെ ഫുഡ് അടിക്കാൻ പോയിട്ട്. ഞാനാണോ? വേറെ എന്തോ വിളിക്കണ്ടല്ലോ. ഹലോ, നമസ്കാരമുണ്ട്. ഞാനിപ്പോ തന്നെ എത്തിയിട്ടുള്ളൂ. നാളെ ഉണ്ടാവോ ഗൈസ്? നമ്മൾ ആരെ പരിചയപ്പെട്ടേ നോക്കിട്ടാ. എത്ര രാജ്യങ്ങളാ കറങ്ങിയ സൈക്കിളും കൊണ്ട്? 36 രാജ്യങ്ങളും കഴിഞ്ഞ്. എക്കോ വീലർ. എൻ്റെ മോനെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം, കാണാം. നമുക്കിനി ഫുഡ് അടി ആദ്യം പരിപാടി നോക്കട്ടാ. എന്തായി സാധനം കളക്ട് ചെയ്തു പോവാ. ഫുഡ് അടിക്കാം. എവിടെയാ ഫുഡ് അടിക്കാം? എവിടെയെങ്കിലും പോവാം. ഇതെന്തൊരു സംഭവം? ഇതെന്നിട്ടാ ഡോർമെട്രി എവിടെയാ പറഞ്ഞത്? ഇവിടെ ഡോർമെട്രി എവിടെയാ പറഞ്ഞത്? ആണോ? പക്ഷെ ആൾക്കാരെല്ലാരും കൂടി ഒരുമിച്ചല്ലേ? കുഴപ്പമില്ല, അടിപൊളിയാ. വാ, ഫുഡ് അടിക്കാൻ പോവാം. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കണ്ട. അൽഫാം എവിടെയാ? ആദ്യം എടുത്താൽ വലിയ പീസ് കിട്ടും, അവസാനം എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയാണോ വലിയ പീസ്? കുബൂസ് കഴിക്കണ്ട, നീ കുബൂസ് കഴിക്കി. എല്ലാം ഒരേ പീസ് ആവുന്നുണ്ട് കേട്ടാ. ആ, ചൂട് സാധനം. കുറച്ച് സാലഡും ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. മിനിഞ്ഞാന്നത്തെ എന്താവുന്നറിയില്ല. ചിക്കൻ തന്നെയല്ലേ? അതെ ഗൈസ്. ഇനി ഇത് കഴിച്ചിട്ട് വേണം ബൈക്ക് ഷോപ്പ് നമ്മുടെ സൈക്കിൾ ഫിറ്റ് ചെയ്ത് കാണാൻ നമുക്ക്. അപ്പൊ ഞാൻ തന്നെ ഫിറ്റ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോ ഫുഡ് കഴിച്ചിട്ട് നേരെ ഫിറ്റ് ചെയ്യാനുണ്ട്. സൈക്കിൾ ഫിറ്റ് ചെയ്യണം, അത് വേറെ പണി ചെയ്യും. അപ്പോൾ അത് ഫുഡ് കഴിച്ചിട്ട് പോട്ടെ ഗൈസ്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. കണ്ണൊക്കെ ചോന്ന് തുടങ്ങി. ഇങ്ങനെ റൈസ് കുടിച്ചിട്ട് എന്താ കാര്യം എനിക്കും ഒരു ഐഡിയ ഇല്ല കേട്ടോ. നല്ല ക്ഷീണമുണ്ട്, യാത്രാ ക്ഷീണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇത് പാക്ക് ചെയ്ത് അൺബോക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. എയർ അടിക്കലാണ് ഏറ്റവും വലിയ ചടങ്ങാവാട്ടോ. ടയറിൽ എയർ അടിക്കൽ. ഞാൻ എന്തായാലും പകുതി എയർ അടിക്കാനുള്ളൂ. ബാക്കി അവിടെ മറ്റേ ഫ്ലോർ പമ്പ് വെച്ചിട്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് 2 ടയറിലും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇതൊന്ന് പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റേ ട്യൂൺഡ്. കിട്ടില്ല വണ്ടികൾ ബാംഗ്ലൂർ, ചെന്നൈ, തമിഴ് എവിടെ നിന്നൊക്കെയോ വണ്ടികൾ വന്നിട്ടുണ്ട്. മറ്റേ ഹൈലക്സ് വണ്ടിയില്ല, ഹൈലക്സ്. പിന്നെ ഇന്നോവയുടെ മേലെ സ്ട്രെയിറ്റ് ആയിട്ട് അഴിക്കാണ്ട് വെച്ചിട്ട് കർണാടകയിലത്തെ നിയമമല്ലല്ലോ ഇവിടുത്തെ. അപ്പോൾ കർണാടക വണ്ടി ഞാൻ പോലീസുകാർ എന്താണെന്ന് എനിക്കറിയില്ല. സാധനം കിട്ടില്ല വണ്ടികൾ വരുന്നുണ്ട്. സ്കോട്ടിൻ്റെ കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. നാളെ കുറേ MTBകളും കാണാം. കുറേ എക്സോട്ടിക് ബൈക്കുകൾ നാളെ കാണാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ കിഡിലൻ ബ്ലോഗ്. നാളെ 6 മണിക്ക് കാണാം. എല്ലാ ദിവസവും 6 മണിക്ക് വീഡിയോസ് ഉണ്ടാവട്ടെ, മറക്കരുത്. സോ നാളെ 6 മണിക്ക് കാണാം ഗൈസ്. ബൈ ഗൈസ്. ഇതാണിപ്പോൾ ജേഴ്സിയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ജേഴ്സി ക്ലബിൻ്റെ കുറേ
കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവർക്ക് സ്പോൺസേഴ്സ്. ഇതിലൊരു 2 സ്പോൺസറെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു റൈഡ് അടിപൊളിയായിട്ട് നടത്തായിരുന്നു കേട്ടോ. പിന്നെ ORS ഉണ്ട്. ഇതാണ് എൻ്റെ ബിബ് നമ്പർ കേട്ടോ, നമ്പറും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഏത് ഫോൺ നമ്പറാണാവോ? ഓക്കെ, എനിക്ക് അങ്ങോട്ട് വിളിക്കാനുള്ള ഫോൺ നമ്പറാണല്ലോ. ഞാൻ പേടിച്ച് പോയി ഗൈസ്. ഇനിയിപ്പോൾ ഫോൺ നമ്പർ അടുത്ത് ബ്ലർ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇത് ഞാൻ വാങ്ങിയ ORS ആണ് കേട്ടോ. പിന്നെ ചെറിയൊരു മിഠായി, ഇത് മിഠായി കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മിഠായി കേട്ടോ. പിന്നെ ഒരു 2 ഇത് തന്നിട്ടുണ്ട്, സിപ്റ്റായി തന്നിട്ടുണ്ട്, നമ്മുടെ ഒരു കപ്പലിൻ്റെ മിഠായി തന്നിട്ടുണ്ട്. പിന്നെ വേറെ എന്ത് ചെയ്യാം, വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഒരു സ്നിക്കേഴ്സ് ഉണ്ട്, ഒരു സ്നിക്കേഴ്സ്. ഇതാണ് കേട്ടോ കവറിലുള്ളത്, ഈ കവറിലുണ്ടായിരുന്നത്.